കേരളത്തിലെ പല വിവാദങ്ങളും ചർച്ച ചെയ്യുന്നതിനിടെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയാണ് ലഡാക്കിലെ ജൻസി മോഡൽ കലാപവാർത്തകൾ. ലഡാക്കിൽ സംസ്ഥാന പദവിക്കും 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമായി നടന്ന പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് 4 പേർ മരിക്കുകയും ഏകദേശം 90 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 24-ന് നടന്ന ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോകൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ലഡാക്ക് ഡിജിപി, എഡിസി എന്നിവരുടെ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അക്രമത്തിന് പ്രേരിപ്പിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ജോധ്പൂർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോയുടെയും അവർ സിഇഒ ആയിരിക്കുന്ന ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്ന സ്ഥാപനത്തിന്റെയും പങ്കും അന്വേഷണവിധേയമാണ്. സ്ഥാപനത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടുകളും അംഗീകാരമില്ലാതെ ബിരുദം നൽകുന്നു എന്ന ആരോപണവുമുണ്ട്. ലഡാക്ക് ഭരണകൂടം സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത്? അവിടെ നടന്നത് ശരിക്കും കലാപശ്രമമാണോ? നമുക്ക് ചില സാധ്യതകൾ പരിശോധിച്ചാലോ? ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനുള്ള എളുപ്പവഴി മതങ്ങളെ കൂട്ടുപിടിക്കലാണ്. അത് ശിപായി ലഹളയാണെങ്കിലും മലബാർ കലാപമാണെങ്കിലും അതല്ല മാറാട് കലാപമാണെങ്കിലും. ഇപ്പോഴുള്ള ഐ ലവ് മുഹമ്മദ് പോലുള്ള ക്യാമ്പയിനുകൾ കലാപമായി മാറാതിരിക്കാൻ അതാത് ഗവൺമെന്റുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ലഡാക്കിൽ നടന്നത് മതപരമായ കലാപമല്ലായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ശാന്തമായ ബുദ്ധവിഹാരങ്ങൾ, കാറ്റിൽ പാറിക്കളിക്കുന്ന പ്രാർത്ഥനാ പതാകകൾ, മനം മയക്കുന്ന പർവ്വതനിരകൾ, 3 ഇഡിയറ്റ്സ് സിനിമയിലെ പാങ്കോങ് തടാകം. ലഡാക്കിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമോടിയെത്തുന്ന ചിത്രങ്ങൾ ഇവയൊക്കെയാണ്. എന്നാൽ ഈ ചിത്രങ്ങൾക്കപ്പുറം സങ്കീർണവും കൗതുകകരവുമായ ഒരു ലോകം ലഡാക്കിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലഡാക്ക് ഒരു തണുത്ത മരുഭൂമിയാണ്. മൺസൂൺ മേഘങ്ങളെ ഹിമാലയം തടഞ്ഞു നിർത്തുന്നതിനാൽ ഇവിടെ മഴ വളരെ കുറവാണ്. ശൈത്യകാലത്ത് പെയ്യുന്ന മഞ്ഞാണ് ഇവിടത്തെ പ്രധാന ജലസ്രോതസ്സ്. ലഡാക്ക് പൂർണ്ണമായും ഒരു ബുദ്ധമത കേന്ദ്രമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇവിടത്തെ ജനസംഖ്യയിൽ 46% ഷിയ മുസ്ലിങ്ങളും 40% ബുദ്ധമതക്കാരും 12% ഹിന്ദുക്കളുമാണ്. കാർഗിൽ ജില്ല ഇസ്ലാമിക ഭൂരിപക്ഷമാണ്. എന്നാൽ ലേ ജില്ല ബുദ്ധമതത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ 2 സമൂഹങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ലഡാക്ക് സാംസ്കാരിക സഹവർത്തിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ത്യയിലെ മറ്റു പല ഗ്രാമീണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ലഡാക്കി സമൂഹം നൽകുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഉയർന്ന സാമൂഹിക പദവി വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുണ്ട്. ഈ നാടിന്റെ സാമൂഹിക ഘടനയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണിത്. ചരിത്രപരമായി ലഡാക്കിൽ നിലനിന്നിരുന്ന ഒരു അസാധാരണമായ ആചാരമായിരുന്നു സഹോദര ബഹുഭർതൃത്വം. ഒരു കുടുംബത്തിലെ സഹോദരന്മാർ ഒരേ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഈ രീതി 1940കളിൽ നിയമവിരുദ്ധമാക്കിയെങ്കിലും അടുത്ത കാലം വരെ ഉൾപ്രദേശങ്ങളിൽ ഇത് തുടർന്നിരുന്നു. ലഡാക്കി ജനതയുടെ രാജ്യസ്നേഹവും ധൈര്യവും അസാമാന്യമാണ്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൗര്യപുരസ്കാരങ്ങൾ നേടിയ സമൂഹം ലഡാക്കികളാണ്. വെറും 3 ലക്ഷത്തോളം വരുന്ന ഈ ജനത രാജ്യത്തിനായി 45ഓളം ഉന്നത സേനാ മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇന്ത്യ-പാക് യുദ്ധങ്ങളിലും കാർഗിൽ പോരാട്ടത്തിലും ലഡാക്കിലെ സൈനികർ കാണിച്ച ധൈര്യം ചരിത്രത്തിന്റെ ഭാഗമാണ്. കേണൽ ഷെവാങ് റിഞ്ചൻ പോലുള്ള ധീരയോദ്ധാക്കൾ ഇതിനുദാഹരണമാണ്. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ലഡാക്ക് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പർവ്വതങ്ങൾ രാജ്യങ്ങളെ സംരക്ഷിക്കുന്നു എന്ന തത്വമനുസരിച്ച് ഹിമാലയൻ അതിർത്തികളിൽ താമസിക്കുന്ന ഈ ജനതയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സംരക്ഷകർ. ചൈനയുടെ സാമ്പത്തിക പ്രലോഭനങ്ങളെപ്പോലും അതിജീവിച്ച് ഈ തിബറ്റ്യൻ ബുദ്ധമത വിഭാഗങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ ദേശസ്നേഹികളായി നിലകൊള്ളുന്നു. ലഡാക്കിന്റെ പ്രാധാന്യം അവിടുത്തെ ജനസംഖ്യയിലല്ല, മറിച്ച് അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിലാണ്. ചൈനയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ ഭൂപ്രദേശം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടുത്തെ കഠിനമായ കാലാവസ്ഥയിൽ ഓക്സിജൻ കുറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ തലമുറകളായി അവർ നേടിയെടുത്ത ജനിതകമായ കഴിവ് നമ്മുടെ മഞ്ഞുമൂടിയ അതിർത്തികൾ കാത്താൻ നിർണായകമാണ്. ജമ്മു കശ്മീരിൽ നിന്ന് വേർപെട്ട് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാകുക എന്നത് ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. 2019-ൽ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടപ്പോൾ അവർ ആഹ്ലാദിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികമായുസ്സുണ്ടായിരുന്നില്ല. അവരുടെ നിരാശയുടെ പ്രധാന കാരണം
അവർക്ക് ലഭിച്ചത് ഒരു നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് എന്നതാണ്. പ്രായോഗികമായി ജമ്മു കശ്മീർ നിയമസഭയിൽ അവർക്കുണ്ടായിരുന്ന 4 MLA സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. സ്വന്തം ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അധികാരമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാദേശിക സർക്കാർ അവർക്കില്ലാതായി. ഇതിലുപരി ആർട്ടിക്കിൾ 370 നൽകിയിരുന്ന പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി വാങ്ങുന്നതിൽ നിന്നുള്ള നിയമപരമായ സംരക്ഷണവും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ഭയമാണ് പിന്നീട് ഹരിത കവർച്ച പോലുള്ള ആശങ്കകളിലേക്ക് വളർന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒരു ലഫ്റ്റനന്റ് ഗവർണറും തങ്ങളെ ഭരിക്കുന്നുവെന്നും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുമാണ് അവർ കരുതുന്നത്. അവരുടെ പ്രധാന ആവശ്യങ്ങൾ 4 ആണ്. 1. ലഡാക്കിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുക. 2. ഗോത്രവർഗ മേഖലയെന്ന നിലയിൽ ലഡാക്കിന്റെ സംസ്കാരവും ഭൂമിയും സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനായി. 3. പ്രദേശത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലഡാക്കിനായി ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുക. 4. ലഡാക്കിനായി നിലവിലുള്ള ഒരു പാർലമെന്റ് സീറ്റിനു പകരം 2 സീറ്റുകൾ അനുവദിക്കുക. ഈ ആവശ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോഴുണ്ടായ കലാപം ആസൂത്രിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് കൗൺസിലറായ ഫുൻസോക് സ്റ്റാൻസിൻ സെപ്പഗാണ് അക്രമത്തിനു പിന്നിലെ പ്രധാന സൂത്രധാരനെന്ന് BJP നേതാവ് അമിത് മാലന്ത്യ ആരോപിക്കുന്നു. BJP ഓഫീസിന് നേരെ നടന്ന അക്രമത്തിന്റെ മുഖം മൂടിയ സെപ്പഗ് പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്ന വീഡിയോവും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ സെപ്പഗ് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒളിവിൽ കഴിയുന്ന കോൺഗ്രസ് കൗൺസിലർ ഫുൻസോക് സ്റ്റാൻസിൻ സെപ്പഗിനെ കണ്ടെത്താൻ പോലീസ് റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ലഡാക്കിലെ നിലവിലെ സാഹചര്യം വളരെ സ്ഫോടനാത്മകമാണ്. ന്യായമായ പല രാഷ്ട്രീയ ആവശ്യങ്ങളും ആധുനിക സാങ്കേതികവിദ്യയുടെ അപകടകരമായ ദുരുപയോഗവും കടുത്ത ഭരണകൂട നടപടികളും എല്ലാം കൂടെ ചേർന്നാൽ അത് വളരെ അപകടകരമായി മാറാം. ലഡാക്കിലെ ഒരു ചെറിയ തെറ്റായ തീരുമാനം പോലും ഇന്ത്യക്ക് താങ്ങാൻ കഴിയില്ല. അതിനാൽ തന്നെ ലഡാക്കി ജനതയുടെ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വളരെ കരുതലോടെയേ മുന്നോട്ടു പോകൂ. ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ ആയുധങ്ങളായി മാറുമ്പോൾ ലഡാക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സത്യത്തെ സംരക്ഷിക്കാനും അക്രമം തടയാനും സർക്കാർ ഒരുപാട് കഷ്ടപ്പെടേണ്ടിവരും.